അപ്പൊ കാറ് കൊണ്ടുപോയത് ഇതിനായിരുന്നു അല്ലേ? ഏതിന്? നീയല്ലേ അപകടത്തിന് പിന്നില്? അങ്ങനെ തോന്നിയോ? തോന്നി. അതെന്താ കാരണം? എനിക്കറിയാം. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യുന്നു? ആരും കൊല്ലും. അതെന്റെ അമ്മയാ. അമ്മയെ ഒരു മകൻ കൊല്ലൂ? വേണ്ടി വന്നാ നീ അതും ചെയ്യും. വെറുതെ ആവേശം കയറി മണ്ടത്തരം വിളിച്ച് പറയല്ലേ. സ്വന്തം അമ്മയെ ഒരുത്തൻ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ കാരണം എന്തെങ്കിലും വേണ്ടേ? ഒന്നെങ്കിൽ അവനൊരു മാനസിക രോഗിയായിരിക്കണം, അല്ലെങ്കിലേ മയക്കമരുന്നിന് അടിമയായിരിക്കണം. ഞാനിത് രണ്ടുമല്ലല്ലോ. എന്തിനാ നീ ഇത് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷെ നീയാണത് ചെയ്തത്, അതെനിക്കുറപ്പാ. പ്രേമേച്ചയെ വിളിക്കണോ? ഞാനൊന്ന് വിരലിനെ ഒടിച്ചാ മതി, ആൾ ഇവിടെ എത്തും. ചെയ്യട്ടെ? ശരത്തെ, മിണ്ടാതൊരു ഭാഗത്തിരുന്നോണം. നീ വലിയ വക്കീലൊക്കെ ആയിരിക്കും, ഞാനേ അതിലും വലിയ ക്രിമിനൽ അടി. എനിക്ക് ലക്ഷ്യങ്ങളേ ഉള്ളൂ, മാർഗങ്ങൾ ഒരു പ്രശ്നമല്ല. എന്റെ മുന്നിൽ തടസ്സമായിട്ട് വരുന്ന ആരായാലും അവരെ ഞാനില്ലാതാ. അത് നീയായിരുന്നാലും. കണ്ടോ എന്റെ അമ്മാവത്ത് കിടക്കുന്നത്? ഒരു തുള്ളി ജീവനും കൂടിയേ ബാക്കിയുള്ളൂ. ഇന്നോ നാളെയോ അതും കൂടി അങ്ങ് പോകും. ആ അവസ്ഥ വെറുതെ നിനക്കുണ്ടാക്കി വെക്കണം. നീ നല്ല കുട്ടിയല്ലേ, നിനക്കുമില്ലേ ഒരുപാട് മോഹങ്ങള്? അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങ് അനുസരിക്കും. സിദ്ധു അയാളെ ഇതിൻ്റെയൊക്കെ പിന്നില്. അതിന് അയാളെ സഹായിച്ചത് ദേവി. രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാ ഇങ്ങനൊരു ക്രൂരകൃത്യം നടക്കാൻ കാരണം. ഇതേ പറയാവൂ. പോലീസ് ഇപ്പൊ പറയുന്നുണ്ട്, ഞാനും പറയുന്നുണ്ട്, നീയും പറയണം. മനസ്സിലായല്ലോ? ആ, പ്രേമ എൻ്റെ കയ്യിൽ സേഫാ. എന്ന് വെച്ചാലേ നിന്റെ ഭാവി എന്റെ കയ്യിലാണ്. എനിക്കെതിരെ ചെറുവിരൽ അനക്കിയ തകരുന്നതേ നിന്റെ ജീവിതമായിരിക്കും. അത് നല്ലതിനാണെന്ന് ചിന്തിക്കേ. എന്നിട്ട് മതി എടുത്തേട്ടം.